ഇപ്പോഴത്തെ ദിലീപ് പുറത്തേക്ക് വരുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. നിങ്ങൾ ഇനി എത്ര തെളിവുകൾ അവിടെ കൊണ്ടു നിരത്തിയാലും കണ്ണടച്ചാണിരിക്കുന്നു. ഞാൻ കോടതി മുറ്റത്ത് ശരിക്ക് കാണാൻ ആഗ്രഹിച്ച എന്തായിരുന്നു പറയാം, വിധി എന്തു തന്നെ ആയിക്കോട്ടെ, എന്തു തന്നെ ആയാലും അവൾ നായിക നമുക്ക് മുന്നിൽ വന്ന് തല ഉയർത്തി നിന്നുകൊണ്ട് മറിച്ചൊരു വിധി ഉണ്ടാകുമെന്ന് നിഷ്കളങ്കരെ നിങ്ങൾ കരുതിയോ എന്ന്. ഞാനാണ് ആ പെൺകുട്ടി, ഇനി എൻ്റെ മുഖം മറക്കേണ്ടതില്ല, എൻ്റെ പേര് ഇതാണ് എന്ന് പറഞ്ഞ് ചെറുപുഞ്ചിരിയോടെ മാധ്യമങ്ങളെയൊക്കെ ഫേസ് ചെയ്തുകൊണ്ട് തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആൾക്കൂട്ടത്തിലേക്ക് ഇറങ്ങിപ്പോകണമെന്നാണ് ഞാൻ കാണാൻ ആഗ്രഹിച്ചൊരു ദൃശ്യം. അതൊരൊട്ടും എളുപ്പമുള്ള കാര്യമല്ല എന്ന് എനിക്കറിയാം. എന്നാൽ പകരം ഞാൻ കണ്ട ദൃശ്യങ്ങൾ എൻ്റെ മനസ്സിൽ നിന്ന് ശരിക്ക് മായുന്നില്ല. രാവിലെ മുതൽ നായകൻ്റെ വീടിന് മുകളിൽ ഇങ്ങനെ വട്ടമിട്ട് പണക്കുന്ന ഡ്രോൺ ക്യാമറ ഓരോ ദൃശ്യവും ഒപ്പിയെടുത്ത് നമ്മിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നു. സമയമായപ്പോൾ കുളിച്ചു കുട്ടപ്പനായി, സുന്ദരനായി, സുസ്മേരവദനായി, വെളുത്ത വസ്ത്രത്തിൽ അനുചരന്മാരുടെയൊക്കെ അകമ്പടിയോടുകൂടി കുട ചൂടിക്കൊണ്ട് തൻ്റെ ലക്ഷറി കാറിൽ കോടതിയിലേക്ക് ഒഴുകി നീങ്ങുന്ന നായകൻ അത് ചാനലുകളിൽ ലൈവ് കൊടുത്തുകൊണ്ടിരുന്നു. ആദ്യം വക്കീൽ ഓഫീസിലേക്ക്, അവിടെ നിന്നും അതീവ ഭംഗിയായി വസ്ത്രം ധരിച്ച പുഞ്ചിരിക്കുന്ന വനിതാ അഭിഭാഷകർക്കൊപ്പം കോടതിയിലേക്ക് എത്തുന്ന നായകൻ ക്യാമറ കണ്ണുകളിൽ നായകനൊപ്പം സുന്ദരിയായി തന്നെ കാണണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പുഞ്ചിരിയോടെ ഇസ്ത്രി കുട്ടപ്പന്മാരായി വനിതാ അഭിഭാഷകർ നിൽക്കുന്നു. ഒരു സ്ലോ മോഷനിൽ എന്ന പോലെയാണ് നായകൻ കോടതിയിലേക്ക് ഒഴുകി നീങ്ങിക്കൊണ്ടിരുന്നത്. അകത്തേക്ക് പോകുന്നു. അപ്പുറത്ത് എന്താ നമ്മൾ കാണുന്നത്? നായികയുടെ വക്കീൽ കുളിക്കാനോ നല്ല വസ്ത്രം ധരിക്കാനോ മേക്കപ്പ് ചെയ്യാനോ തലേ ദിവസം ഉറങ്ങാനോ പോലും കഴിയാത്ത മാനസികാവസ്ഥയിലും ശാരീരികാവസ്ഥയിലും പരിക്ഷീണയായി അലക്ഷ്യയായി വസ്ത്രം ധരിച്ച് എത്രയോ ദിവസത്തെ ഉറക്കം തളം കെട്ടി നിൽക്കുന്ന കണ്ണുകളുമായി കോടതി മുറ്റത്ത് ഓടി നടക്കുന്നതാണ് ഞാൻ കണ്ടത്. ചാനലുകളിൽ അവർ ലൈവിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അവരേതോ ചാനൽ പറയുന്നത് കേട്ടോ, ഞാൻ ഇന്നലെ ഒട്ടും ഉറങ്ങിയില്ല, ഞാൻ മാത്രമല്ല ഉറങ്ങാത്ത, ഈ ലോകത്ത് ഒരുപാട് ആളുകൾ ഉറങ്ങാതിരുന്നു, അവരൊക്കെ എന്നെ ഫോണിൽ വിളിക്കുന്നുണ്ടായിരുന്നു രാത്രി മുഴുവനും, നിർത്താതെ എൻ്റെ ഫോൺ ബെല്ലടിക്കുകയായിരുന്നു. അവർ പലരും ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും വിളിച്ച് കേസിൻ്റെ വിധി എന്താവും, അങ്ങനെയാവും ഇങ്ങനെയാവും, ഇങ്ങനെ വിധികളെക്കുറിച്ചുള്ള ആശങ്കകളൊക്കെ പങ്കുവെക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. നായകൻ വന്നപ്പോൾ മാധ്യമങ്ങൾ വളരെ ബഹുമാനത്തോടെയാണ് അദ്ദേഹത്തെ എതിരേറ്റത്. അദ്ദേഹം ഇപ്പോൾ പ്രതികരിക്കുന്നുണ്ടാവില്ല എന്നൊക്കെ റിപ്പോർട്ടർമാർ ചാനലുകളിൽ ലൈവായി പറയുന്നുണ്ടായിരുന്നു. ദിലീപിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വക്കീൽ ഓഫീസിൽ നിന്ന് ദിലീപ് ഇറങ്ങി വരുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പ്രതികരിക്കുമോ എന്നറിയില്ല. അതിനപ്പുറം ആൾക്കൂട്ടത്തിൽ നിന്നും അയാളെ സംരക്ഷിക്കാൻ വേണ്ടി കരുത്തരായ ഒരു മനുഷ്യരുടെ ഒരു വലയം, വക്കീലന്മാരുടെ ഒരു വലയം, അതിനപ്പുറം മനുഷ്യരുടെ ഒരു വലയം അയാൾക്ക് ചുറ്റും ഉണ്ടായിരുന്നു. എന്നാൽ നായികയുടെ വക്കീലിനെ പൊതിഞ്ഞ് മാധ്യമങ്ങൾ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് അവരുടെ റെസ്പോൺസ് തേടി മാധ്യമങ്ങൾ അവരെ പൊതിഞ്ഞപ്പോൾ അവർ കോടതി മുറ്റത്തുള്ള ഒരു മരച്ചോട്ടിൽ നിന്നിങ്ങനെ സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ പോലീസ് അവരെ ഓടിക്കുന്ന ഒച്ചയിടുന്നത് ഞാൻ കണ്ടു. ഇവിടെ പറ്റില്ല ഈ സമയത്ത് എന്നൊക്കെ പറഞ്ഞു. സ്വാഭാവികമാണ്, കോടതിയിൽ അങ്ങനെയൊന്നും പറ്റില്ല. അതേസമയം നായകനെ പൊതിഞ്ഞ് ആളുകൾ, ആരാധകർ, ലഡു വിതരണം, സെൽഫി, ആരും ആരെയും തടയുന്നുണ്ടായിരുന്നില്ല. വിധി കേട്ട് കഴിഞ്ഞ നായകൻ സ്ലോ മോഷനിൽ എന്ന പോലെ ശുഭ്രവസ്ത്രധാരിയായി സിനിമാറ്റിക്കായി പടിക്കെട്ടുകൾ ഇറങ്ങി വന്ന് തലയുയർത്തി നിന്ന് അടുത്ത യുദ്ധപ്രഖ്യാപനം നടത്തി. ഇത് എനിക്കെതിരെയുള്ള ക്രിമിനൽ ഗൂഢാലോചനയാണ്. നായിക അപ്പൊ ആരെയും ഫേസ് ചെയ്യാതെ വേദനയോടെ എവിടെയോ ഇരുട്ടിൽ, നായികയുടെ വക്കീല് ആൾക്കൂട്ടത്തിൽ എവിടെയോ അലിഞ്ഞ് ചിതറി അതായിരുന്നു നമ്മൾ കണ്ട ആ ദൃശ്യം. ഇപ്പോൾ എനിക്കൊരു അൺഫോർച്ചുനേറ്റ് ഇൻസിഡൻറ്റ് ഉണ്ടായി. ഒരു പക്ഷേ എന്നെ പോലെയോ എന്നേക്കാൾ വേഴ്സ് ആയിട്ടുള്ള ഇൻസിഡൻറ്റുള്ള ഒരുപാട് ലൈഫിലുണ്ടായിട്ടുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്. ഇത് കൂടുതൽ മൂടി വെച്ചുകൊണ്ടിരിക്കും തോറുമാണ് ഒരു പക്ഷേ ഓപ്പോസിറ്റുള്ള ആൾക്കാർക്ക് ഒരു കോൺഫിഡൻസ് കിട്ടുന്നത്. ആ പുറത്ത് പറയില്ല, ഇതൊരിക്കലും പുറത്ത് വരാൻ പോകുന്നില്ല, ആ ഒരു പേടി മാറുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു ആസ് എ സൊസൈറ്റി എല്ലാവരും ഒന്നിച്ച് വർക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ കഴിഞ്ഞു പോയ 2-3 കൊല്ലം ആ കുട്ടി കടന്നുപോയിട്ടുള്ള മെൻ്റൽ ട്രോമ ചെറിയ ട്രോമയൊന്നും അല്ലായിരുന്നു. പലപ്പോഴും എൻ്റെ അടുത്തും മഞ്ജുവിൻ്റെ അടുത്തും ഒക്കെ പറയാറുണ്ട്, ഞാൻ ആത്മഹത്യ ചെയ്യാത്തത് എൻ്റെ അമ്മയെ ആലോചിച്ചിട്ട് മാത്രമാണ്. ഈ സൊസൈറ്റി മുഴുവൻ അത്രയും സ്ത്രീകൾ ആ കുട്ടിയെ സ്വന്തം കുട്ടിയായിട്ട് കാണണം. കാരണം മനുഷ്യന് താങ്ങാൻ കഴിയുന്ന ഒരു അവസ്ഥയിൽ കൂടെ അല്ല കടന്ന് ഇപ്പോഴും പോകുന്നത്. ജയിച്ചവരുടെ ഒരു ആഘോഷമായിരുന്നു കഴിഞ്ഞ ദിവസം മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സിനിമാ സ്റ്റൈലിലായിരുന്നു കോടതിയിലെ ദിലീപിന്റെ പെർഫോമൻസ്. വിധിക്ക് തൊട്ടു മുൻപേ താൻ നായകനായ ഒരു സിനിമയുടെ പണി പൂർത്തിയാക്കി മറ്റൊരു സിനിമാ പണി അവിടെ അവസാന ലാപ്പിലെത്തിച്ച ആത്മവിശ്വാസമായിരുന്നു ദിലീപിന്റെ ശരീരഭാഷയിലാകെ. നെഞ്ചും വിരിച്ച് മുന്നിലെത്തിയവരോട് മുഴുവൻ തുറന്നു ചിരിച്ചു. കോടതി വളപ്പിലൂടെ സ്ലോ മോഷനിൽ നടന്നു വന്ന നടൻ തലേന്ന് വരെ നമ്മൾ കണ്ട ആളേ ആയിരുന്നില്ല. മുമ്പെപ്പോഴോ നടിച്ച സിനിമകളിലെ ഏതോ ഒരു കഥാപാത്രമായിട്ടാണ് അയാൾ നമ്മുടെ മുന്നിൽ വന്നത്. മാധ്യമങ്ങളുടെ മുന്നിലെത്തിയപ്പോൾ ആ മുഖത്ത് തെളിഞ്ഞത് പകയുടെ പലതരത്തിലുള്ള പകർന്നാട്ടങ്ങളായിരുന്നു. നമ്മൾ ഒരു കാര്യം നനച്ച് അതിനായി ഒരുമ്പെട്ടിറങ്ങിയാൽ ലോകം മുഴുവൻ നമുക്ക് വേണ്ടി ഗൂഢാലോചന നടത്തുമെന്ന് എഴുതി പിടിപ്പിച്ച പൗളോ കൊയ്ലോ ഇല്ലേ,
നമ്മുടെ ബാക്കിലിരിക്കുന്ന മൂപ്പര് പോലും തോറ്റുപോകുന്ന ആത്മവിശ്വാസമായിരുന്നു ആ നടന്റെ ഉടലാകെ ഉണ്ടായിരുന്നത്. അതേസമയം മറുപുറത്തുള്ളവരോ അതിജീവിത കോടതിയിൽ തന്നെ ഉണ്ടായിരുന്നില്ല, എവിടെയോ ഒരിടത്തിരുന്ന് അവരിതെല്ലാം കണ്ടിരിക്കണം. അത് പക്ഷെ ഒട്ടും സമാധാനപരമായിരുന്നിരിക്കില്ല. 8 കൊല്ലം അനുഭവിച്ചതിനേക്കാൾ വലിയൊരു ഷോക്കായിരുന്നു വിധി നൽകിയതെന്നാണ് അവളുടെ കൂടെ ആ സമയത്തുണ്ടായിരുന്ന ചിലർ പിന്നീട് പറഞ്ഞത്. തീരാത്ത ട്രോമയുടെ പരമ്പരകളിൽ കുരുങ്ങിക്കിടക്കുന്ന നടിയുടെ ദുരവസ്ഥ പ്രതിഭാഗം അഭിഭാഷക മിനിയും പലയിടത്തും പങ്കുവെക്കുന്നു കണ്ടു. അതിജീവിതയ്ക്ക് പകരം കോടതിയിലുണ്ടായിരുന്നത് മിനിയായിരുന്നു, TB മിനി. ഒട്ടുമുറങ്ങാത്ത കണ്ണുകളോടെ മുഖമാകെ വലിഞ്ഞു മുറുകി പരിക്ഷീണയായി 2022 മെയ് 8 എറണാകുളം വഞ്ചി ജംഗ്ഷനിൽ കൂടിയ നാട്ടുകാരെ സാക്ഷി നിർത്തി ഈ വിഷയത്തിൽ തീപ്പൊരി പ്രസംഗം നടത്തിയ ആ വാക്ചാതുരി വിധി ദിനത്തിൽ അവർക്ക് കൈമോശം വന്നിരുന്നു. ഒരു നീതി നടപ്പിലാക്കപ്പെടും എന്നാണ് എന്റെ പ്രതീക്ഷ. അത് സ്വാഭാവികമാണ്. മറ്റെല്ലാവരെക്കാളും കോടതിയിൽ നടന്നത് എന്താണെന്ന് അറിയുന്ന ആളാണ് അഡ്വക്കേറ്റ് മിനി. 30 കൊല്ലമായി നിയമ പോരാട്ടങ്ങളുടെ സജീവമായ അവരുടെ മുഖത്തെ ടെൻഷൻ, ഏത് വഴിക്കാണ് ഈ കേസ് പോകുന്നതെന്ന് പറയാതെ പറയുന്ന ശരീരഭാഷ, ഗൂഢാലോചന തെളിയിക്കാൻ പറ്റുന്ന സാധ്യമായ തെളിവുകളെല്ലാം കോടതിക്ക് മുന്നിൽ അവർ സമർപ്പിച്ചിട്ടുണ്ട്. അത് പരിഗണിക്കണമെന്ന് കോടതിക്ക് തോന്നിയാൽ മാത്രം മതി എന്ന സന്ദേശമായിരുന്നു തലേന്ന് മുതൽ അഡ്വക്കേറ്റ് മിനി ക്യാമറകൾക്ക് മുന്നിൽ ഷെയർ ചെയ്തുകൊണ്ട് നിരന്തരം സംസാരിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ അതിലെല്ലാം ജീവിതത്തിലെ അനേകം വർഷങ്ങൾ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന് നൽകി പരാജയപ്പെട്ടു പോകുന്ന ഒരാളുടെ സന്ദേഹങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയുമായിരുന്നു. സൂര്യനെല്ലി, ജിഷ സൗമ്യ വധക്കേസുകൾ, പറവൂർ സെക്സ് റാക്കറ്റ് കേസ് എന്നിങ്ങനെ പല കേസുകളിൽ അനേകം അതിജീവിതമാർക്കൊപ്പം വെന്തു പൊള്ളിയ മനുഷ്യപ്പറ്റ് ഒരിക്കലും കൈമോശം വരാത്ത ഒരു അഭിഭാഷക. എന്നിട്ടും തളരാതെ മുന്നിലെത്തിയ മാധ്യമങ്ങളോടൊക്കെ അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. തീർച്ചയായിട്ടും ഈ കേസിൽ എല്ലാ പ്രതികളെയും ശിക്ഷിക്കുമെന്നാണ് ഞാൻ കാണുന്നത്. ഇതിന്റെ നേർ വിപരീതമായിരുന്നു പക്ഷെ അപ്പുറത്തല്ലേ. കളി ജയിച്ച കാൽപന്ത് കളിക്കാരന്റെ എല്ലാം കീഴടക്കിയ ഭാവമായിരുന്നു രാമൻപിള്ള എന്ന അഭിഭാഷകന്റെ മുഖത്ത്. അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ വിജയിയുടെ തലയെടുപ്പ് നമുക്ക് കാണാൻ പറ്റുന്നതായിരുന്നു. ഒപ്പമുള്ള അഭിഭാഷകർ ആ ഭാവം തന്നെയായിരുന്നു പങ്കുവെക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നത്. വിധി പ്രസ്താവം കഴിഞ്ഞ് അഭിഭാഷകനെ കാണാനെത്തിയ ദിലീപിന്റെ മുഖത്ത് ആരാധന, നന്ദി, സ്നേഹം, കടപ്പാട്, ജീവിതം തിരിച്ചു തന്നെന്ന നന്ദി. അഡ്വക്കേറ്റ് രാംകുമാറിൽ നിന്ന് രാമൻപിള്ള വക്കീൽ ഏറ്റെടുക്കും വരെ ജാമ്യം പോലും കിട്ടാതെ ജയിലിലായിരുന്നു ദിലീപ്. അവിടെ നിന്നാണ് കുറ്റവിമുക്തനാക്കിയുള്ള വിധി പ്രസ്താവത്തിലേക്ക് ദിലീപ് എത്തുന്നത്. അപ്പീലിന് പോകാമെന്ന് പ്രോസിക്യൂഷനും സർക്കാരും ആവർത്തിക്കുമ്പോഴും വിചാരണ കോടതിയുടെ കണ്ടെത്തലുകളും വിചാരണ നടപടികളും അവഗണിക്കപ്പെടില്ല എന്ന ആത്മവിശ്വാസത്തിലായിരുന്നു ദിലീപും അഭിഭാഷകപ്പടയും. ഈ കേസിൽ 8ാം പ്രതിയായിരുന്ന നടൻ ദിലീപ് ഇപ്പോൾ കുറ്റവിമുക്തനാക്കപ്പെട്ട ശേഷം ഇറങ്ങി വരികയാണ്. പക്ഷെ പ്രതീക്ഷകൾ കൈവിടുന്നില്ല എന്ന് തന്നെയാണ് വിവിധ അഭിമുഖങ്ങളിൽ ഇപ്പോഴും അഡ്വക്കേറ്റ് TB മിനി പറയുന്നത്. അതിനവർ ആവർത്തിച്ച് പറയുന്ന ഒരു കാരണം എന്താണെന്നോ, പ്രകൃതിയുടെ ഇടപെടൽ. നിരീശ്വരവാദിയാണ് താനെങ്കിലും പ്രകൃതിയുടെ ശക്തിയിൽ വിശ്വസിക്കുന്നുവെന്ന് അഡ്വക്കേറ്റ് മിനി പലയിടത്തും പറയുന്നത് കേട്ടു. അസാധ്യതകളിൽപ്പെട്ട് ഈ കേസ് തപ്പിത്തടഞ്ഞു പോകുമ്പോൾ പൊടുന്നനവേ ഒരു വഴിത്തിരിവുണ്ടാവുകയാണ്. പുതിയൊരു കഥാപാത്രം അതിൽ രംഗത്തെത്തുകയാണ്. പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടാവുകയാണ്. ഒളിപ്പിച്ചു വെച്ച പല കാര്യങ്ങളും പുറത്തു വരികയാണ്. ഇതൊക്കെ പ്രകൃതിയുടെ ഇടപെടലുകളാണെന്നാണ് അഡ്വക്കേറ്റ് മിനി പറയുന്നത്. അത് സത്യം തെളിയിക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള അത്രയും ഒരു ത്വര ഈ പ്രപഞ്ചത്തിൽ നിന്ന് നമ്മൾക്കുണ്ട് എന്ന് ബോധ്യപ്പെട്ട ഒരാളാണ് ഞാൻ. അവരതിന് ചൂണ്ടിക്കാണിക്കുന്ന കുറെ കാരണങ്ങളുണ്ട്. ഗൂഢാലോചന കേസ് എങ്ങും എത്താതെ നിൽക്കുന്ന ഒരു സമയത്താണ് ദിലീപ് തന്നെ അന്നത്തെ DGP ബെഹ്റയ്ക്കൊരു പരാതി നൽകുന്നത്. പൾസർ സുനി തന്നെ ജയിലിൽ നിന്നും വിളിച്ച് ശല്യം ചെയ്യുന്നു എന്നായിരുന്നു ദിലീപ് നൽകിയ ആ പരാതി. തൊട്ടു പിന്നാലെ സുപ്രീം കോടതി ഉത്തരവിന്റെ ബലത്തിൽ സെൻകുമാർ DGP സ്ഥാനത്ത് തിരിച്ചെത്തുകയാണ്. ആ ചുരുക്കം ദിവസങ്ങളിൽ ഇക്കാര്യം അതിശക്തമായി അന്വേഷിക്കപ്പെടുന്നു. കോവിഡ് ആയതുകൊണ്ട് മാത്രം ജയിലിൽ നിന്നും ലഭിച്ച CCTV ദൃശ്യങ്ങളിൽ പൾസർ സുനി തന്നെ ഇക്കാര്യം വ്യക്തമാക്കുന്ന ചില തെളിവുകൾ ലഭിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ദിലീപ് പ്രതി ചേർക്കപ്പെടുന്നു. സാഹചര്യ തെളിവുകളുടെ മാത്രം അടിസ്ഥാനത്തിലാണ് ഇക്കാര്യം ഒന്നും തെളിയിക്കാനും സ്ഥാപിക്കാനും ആവില്ല എന്നൊരു ഘട്ടത്തിൽ സുപ്രധാന തെളിവുകളുമായി വന്ന ആളാണ് ബാലചന്ദ്രകുമാർ എന്ന സംവിധായകൻ. ദിലീപിന്റെ സിനിമയുടെ സംവിധായകനായിരുന്ന ബാലചന്ദ്രകുമാറിന് ദിലീപുമായി ഏറെ അടുപ്പമുണ്ടായിരുന്നു, ദീർഘകാലത്തെ ബന്ധമുണ്ടായിരുന്നു. മുഖ്യമന്ത്രിക്ക് തെളിവുകൾ സഹിതം പരാതി നൽകിയെങ്കിലും നടപടി ഇല്ലാതെ വന്നപ്പോഴാണ് ബാലചന്ദ്രകുമാർ മാധ്യമങ്ങളിൽ വൻ വെളിപ്പെടുത്തലുമായിട്ട് വന്നെത്തുന്നത്. ദിലീപും പൾസർ സുനിയും തമ്മിൽ അടുപ്പമുണ്ട്, അതിന് തന്റെ കയ്യിൽ തെളിവുകളുണ്ട്. നടിയെ റേപ്പ് ചെയ്യുന്നതിന്റെ വീഡിയോ ക്ലിപ്പുകൾ ദിലീപും കൂടെയുള്ളവരും കൈവശപ്പെടുത്തി പ്രോസിക്യൂഷൻ സാക്ഷികളെ വിലക്കെടുക്കാൻ വൻ ശ്രമങ്ങൾ നടക്കുന്നു.
എന്നൊക്കെയുള്ള സ്തോഭജനകമായ വെളിപ്പെടുത്തലുകളാണ് ബാലേന്ദ്രകുമാർ നടത്തിയത്. കേസിൽ അത് വലിയ വഴിത്തിരിവുകൾ സൃഷ്ടിച്ചു. പിന്നീട് മുഖ്യപ്രതി പൾസർ സുനിയുടെ ചാനൽ വെളിപ്പെടുത്തലുകൾ വന്നു. ദിലീപ് 1.5 കോടി രൂപയ്ക്കാണ് തനിക്ക് ബലാത്സംഗ കൊട്ടേഷൻ തന്നതെന്നും ഇത് പകർത്തിയ മൊബൈൽ ഫോൺ ഇപ്പോഴും കയ്യിലുണ്ടെന്നൊക്കെ പൾസർ സുനി ആവർത്തിച്ച് ഒളി ക്യാമറയിലും അല്ലാതെയും ഒക്കെ പല റിപ്പോർട്ടർമാരോടും പറഞ്ഞു. റിപ്പോർട്ടർ TV ആണ് ഈ പർട്ടിക്കുലർ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. അങ്ങനെ പലതര വഴിത്തിരിവുകൾ ഉണ്ടാകുന്നു, പല വെളിപ്പെടുത്തലുകൾ ഒന്നിനു പുറകെ ഒന്നായി വരുന്നു. ഇതൊക്കെ ഈ കേസിൽ പ്രകൃതി നടത്തുന്ന ഇടപെടലുകളാണെന്നാണ് അഭിഭാഷകയായ TB മിനി വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്നത്. എത്ര അട്ടിമറികൾ വന്നാലും വിവരങ്ങൾ എങ്ങനെയൊക്കെ മൂടിവെച്ചാലും സ്വാഭാവികമായ വിധത്തിൽ ആ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുമെന്നാണ് അഡ്വക്കേറ്റ് മിനി വിശ്വസിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിശ്വാസിയേ അല്ല താനെന്നും യുക്തിവാദിയാണ് താനെന്നും വിശദീകരിച്ച ശേഷമാണ് പ്രകൃതിയുടെ ഈ വിഷയത്തിലുള്ള ഇടപെടലുകളെ കുറിച്ചുള്ള പ്രതീക്ഷ മിനി പല ചാനലുകളിലും ആവർത്തിച്ചത്. ഒരു നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ എപ്പോഴും കഥ പറയുന്ന ആളുകളൊന്നും ഉണ്ടായിന്ന് വരില്ല. നമ്മള് കുറച്ച് ആൾക്കാർ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ തോന്നുന്നത് വിശ്വസിച്ച് അതിങ്ങനെ പറഞ്ഞു നടക്കുന്ന ഒരാളൊന്നുമല്ല ഈ അഡ്വക്കേറ്റ് മിനി. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലേക്ക് സ്വയം സമർപ്പിച്ച് ഇറങ്ങിത്തിരിച്ച ഒരാളാണവർ. 3 പതിറ്റാണ്ടുകളായി അവർ ഈ നിയമരംഗത്തുണ്ട്. പെൺവാണിഭം എന്ന വാക്കിന്റെ പൊള്ളൽ കേരളം ആദ്യം തിരിച്ചറിഞ്ഞ കേസാണ് സൂര്യനെല്ലി കേസ്. അതിൽ അതിജീവിതയ്ക്കൊപ്പം പാറ പോലെ ഉരുക്ക് പോലെ ഉറച്ചു നിന്നത് അഡ്വക്കേറ്റ് മിനിയും സംഘവുമായിരുന്നു. കോടതിയുടെ സ്ത്രീ വിരുദ്ധത തുറന്നു കാണിക്കപ്പെട്ട ആ കേസിൽ മിനിയുടെ ഇടപെടലുകൾ അതിശക്തമായിരുന്നു. സൂര്യനെല്ലി കേസിൽ അന്ന് വിധി പറഞ്ഞ ജസ്റ്റിസ് KT ശങ്കരൻ ഒരു കാര്യം പറഞ്ഞു. അതായത് ഒരു പെൺകുട്ടിക്ക് ഇത്തരത്തിലുള്ള ഒരു ദുരനുഭവം ഉണ്ടായാൽ അത് അവളുടെ മരണം വരെ അവൾ ഹോണ്ട് ചെയ്യണ ഒരു കാര്യമാണ്. മരണം വരെ. അധികാര കേന്ദ്രങ്ങൾ കേസ് അട്ടിമറിക്കാൻ നടത്തിയ ശ്രമങ്ങളെ അടക്കം തുറന്നു കാണിച്ച ആ പോരാട്ടം സമാനതകളില്ലാത്ത ഒന്നായിരുന്നു. പിന്നീട് സമാനമായ അനേകം കേസുകളിൽ അവർ ഇടപെട്ടു. ആരുമില്ലാത്തവർക്ക് വേണ്ടി, വേറെ വക്കീൽ കേസ് ഏറ്റെടുത്തവർക്ക് വേണ്ടി, അതിജീവിതകൾക്ക് വേണ്ടിയുള്ള ആ നിയമ പോരാട്ടങ്ങളൊന്നും ഒരു എളുപ്പവുമായിരുന്നില്ല. പക്ഷെ ഇച്ഛാശക്തി കൊണ്ടും കളങ്കമറ്റ പ്രതിബദ്ധത കൊണ്ടും നീതിയെക്കുറിച്ചുള്ള അചഞ്ചലമായ വിശ്വാസം കൊണ്ടുമായിരുന്നു അവർ എല്ലാ കേസിലും മിക്കവാറും മുന്നോട്ട് പോയത് എന്ന് പറയാം. പറവൂർ സെക്സ് റാക്കറ്റ് കേസായിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒന്ന്. പ്രായപൂർത്തിയാകാത്ത സ്വന്തം മകളെ നാട്ടിലുടനീളം കൊണ്ടു നടന്ന ആണുങ്ങൾക്ക് വിറ്റ ഒരു പിതാവിന്റെ കൊടും ക്രൂരതയായിരുന്നു ആ കേസിന്റെ അടിസ്ഥാനമായി മാറിയത്. ആ കേസിൽ അതിജീവിതയ്ക്ക് നീതി വാങ്ങിക്കൊടുക്കുക മാത്രമായിരുന്നില്ല, അവൾക്ക് ജീവിക്കാനുള്ള സ്വത്ത്, തൊഴില്, ജീവിത സാഹചര്യങ്ങൾ അടക്കം എല്ലാം വാങ്ങിക്കൊടുക്കാൻ കൂടി മിനി പോരാട്ടം നടത്തി. പെരുമ്പാവൂരിലെ നിയമ വിദ്യാർത്ഥിനി ലൈംഗിക പീഡനത്തിനിരയായി അതിക്രൂരമായി കൊല്ലപ്പെട്ട കേസിലും അഡ്വക്കേറ്റ് മിനി തന്നെയായിരുന്നു ഇരയുടെ പക്ഷത്തുണ്ടായിരുന്നു. ഒരുപാട് ഇരകളുടെ പക്ഷത്ത് നിങ്ങൾക്ക് അഡ്വക്കേറ്റ് മിനിയെ കാണാൻ പറ്റും. ഷൊർണൂരിൽ ട്രെയിനിൽ നിന്ന് താഴെ തള്ളിയിട്ട് ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്ത സൗമ്യയുടെ കേസിൽ അഡ്വക്കേറ്റ് മിനി ആയിരുന്നു ഇരയ്ക്ക് വേണ്ടി കടുത്ത നിയമ പോരാട്ടം നടത്തിയത്. കേസിലെ പ്രതിയായ ഗോവിന്ദചാമിക്ക് വേണ്ടി മഹാരാഷ്ട്രയിൽ നിന്നെത്തിയ അഡ്വക്കേറ്റ് ആളൂരും സംഘവും നടത്തിയ നിയമയുദ്ധം നമുക്ക് ഓർമ്മയുണ്ടല്ലേ, മറക്കാൻ കഴിയാത്ത സാധനം അതൊക്കെ. അതിനെതിരെ അഡ്വക്കേറ്റ് മിനിയുടെ നേതൃത്വത്തിൽ നടന്ന പോരാട്ടം അന്ന് വലിയ വാർത്തകളിൽ ഇടം പിടിച്ച പോരാട്ടമായിരുന്നു. സമാനമായ സാഹചര്യത്തിലാണ് നടി പീഡിപ്പിക്കപ്പെട്ട കേസും ഏറ്റെടുക്കേണ്ടി വന്നതെന്നാണ് അഡ്വക്കേറ്റ് മിനി പറയുന്നത്. അതിജീവിതയ്ക്ക് വക്കാലത്ത് ഏറ്റെടുക്കാൻ ഒരൊറ്റ അഭിഭാഷകരും തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് അവർ ഈ കേസിൽ രംഗത്ത് വരുന്നത്. സത്യത്തിൽ അതിന് പറ്റുന്ന ഒരു അവസ്ഥയിലൊന്നും ആയിരുന്നില്ല താനെന്ന് ഒരു അഭിമുഖത്തിൽ അവർ പറയുന്നുണ്ട്. സ്വന്തമായി ചെറിയൊരു ഓഫീസ് നടത്തുന്ന ഒരാളാണ്, ഹൈക്കോടതിയിൽ അത്യാവശ്യം തിരക്കുള്ള അഭിഭാഷകയുമാണ്. ആ സമയത്ത് ഇതുപോലൊരു ഭാരപ്പെട്ട കേസ് ഏറ്റെടുത്താൽ അത് തൻ്റെ കരിയറിൽ തന്നെ വലിയ പ്രതിസന്ധിയാകുമെന്ന് അവർക്ക് അറിയാത്ത ആളൊന്നുമല്ല അവർ. കീഴ്ക്കോടതിയിൽ വിസ്താരം നടക്കുന്നതിനാൽ ഒരു ദിവസം പോലും അതിൽ നിന്ന് മാറി നിൽക്കാനാവാത്ത സാഹചര്യം. ഓഫീസ് കാര്യങ്ങൾ ഒട്ടും ശ്രദ്ധിക്കാൻ കഴിയില്ല. ഒപ്പമുള്ള അഭിഭാഷകരെ മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല. ഫുൾ ടൈം ഒരൊറ്റ കേസിൽ പെട്ടുപോയാൽ മറ്റു കേസുകളൊന്നും തന്നെ കൈകാര്യം ചെയ്യാൻ പോലും ആകാതെ ചുറ്റിപ്പോവും. അങ്ങനെ തന്നെ സംഭവിച്ചു കഴിഞ്ഞ 8 വർഷവും. കഴിഞ്ഞ 8 വർഷമായി ഈ ഒരൊറ്റ കേസിൽ മുങ്ങിപ്പൊങ്ങി താണുകേണ് നടപ്പാണ് താനെന്ന് അവർ അഭിമുഖത്തിൽ പറയുന്നു. ഞങ്ങളൊക്കെ നിൽക്കുന്ന സിസ്റ്റത്തിൽ നീതി കിട്ടുമെന്ന് പറഞ്ഞ് നിൽക്കുന്ന സിസ്റ്റത്തിന് ജുഡീഷ്യറിയോടും ഞങ്ങൾ പോരാടുകയായിരുന്നു. ഇത് മാത്രമല്ല 8 കൊല്ലമായി ഒരൊറ്റ പൈസ പ്രതിഫലം വാങ്ങാതെയാണ് അവർ ഈ കേസ് നടത്തിയത്. അതിനവർക്ക് പറയാൻ കൃത്യമായ കാരണങ്ങളുണ്ട്, ന്യായങ്ങളുണ്ട്. വലിയ ദുരന്തം താങ്ങുന്നവരാണ് അതിജീവിതമാർ. അവരോട് വീണ്ടും കാശ് വാങ്ങുന്നത് ശരിയല്ല. ഇത്തരം കേസുകളിൽ അതിജീവിതമാരല്ല കേസ് നടത്താൻ പാടുപെടേണ്ടത്, സർക്കാരിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് ഇത് എന്നാണ് അഡ്വക്കേറ്റ് മിനി പറയുന്നത്. പണമോ പദവികളോ ഒന്നും നോക്കാതെ പലപ്പോഴും അധികാര കേന്ദ്രങ്ങളുമായി നേരിട്ട് ഏറ്റുമുട്ടാൻ നിർബന്ധിതരാകുന്ന കേസുകളിലാണ് അവർ
പലപ്പോഴും ഏറ്റെടുക്കുന്ന കേസുകൾ അധികാര കേന്ദ്രങ്ങളുടെ ഇടപെടൽ മാത്രമല്ല, പണമെറിഞ്ഞ് എന്തും വിലയ്ക്ക് വാങ്ങാനാകുന്ന പ്രതിഭാഗങ്ങളുടെ കരുത്ത് ഇരകൾക്ക് വേണ്ടി പൊരുതുന്ന അഭിഭാഷകർക്ക് പലപ്പോഴും നേരിടേണ്ടി വരാറുണ്ട്. മണിക്കൂറിന് ലക്ഷങ്ങൾ വിലയുള്ള അഭിഭാഷകരോടാണ് ഇത്തരം സാഹചര്യങ്ങളിൽ എപ്പോഴും ഇത്തരം വക്കീലന്മാർക്ക് ഏറ്റുമുട്ടേണ്ടി വരിക. നടിയെ പീഡിപ്പിച്ച കേസിലും സമാനതകളില്ലാത്ത പോരാട്ടമാണ് അവർ നടത്തിയത്. ഒരൊറ്റ ദിവസം കൊണ്ട് ജീവിതം കൈവിട്ടുപോയ നടിയെ താങ്ങി നിർത്തുന്നതിൽ മിനി വഹിച്ച പങ്ക് വളരെ വലുതാണെന്ന് നടിയുടെ സുഹൃത്തുക്കൾ പലപ്പോഴും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എനിക്കും ഇപ്പം അത് പറയണം തോന്നുക. എല്ലാ വഴിയും അടഞ്ഞെന്ന തോന്നലിൽ നിന്നും ഒരുവളെ അതിജീവിതാക്കി മാറ്റുന്നത് ഇത്തരം സാന്നിധ്യങ്ങളാണ്. ഇത്തരം മനുഷ്യരുടെ ഒട്ടും എളുപ്പമല്ലാതിരുന്ന നടിയുടെ കേസിൽ അഡ്വക്കേറ്റ് മിനി എപ്പോഴും പറയേണ്ടത് ഒട്ടും എളുപ്പമുള്ള കേസല്ലെന്ന്. ആകെ തളർന്ന അവസ്ഥയിലായിരുന്നു അതിജീവിത. കോടതി മുറിക്കകത്ത് വിചാരണയുടെ പേരിൽ പ്രതിഭാഗം അഭിഭാഷകരുടെ ക്രൂരമായ ചോദ്യങ്ങളെ അവൾക്ക് നിരന്തരം നേരിടേണ്ടി വന്നു, അഭിമുഖീകരിക്കേണ്ടി വന്നു, അതിൽ തളർന്നു വീഴേണ്ടി വന്നു. പീഡിപ്പിക്കപ്പെട്ടതിന്റെ മുഴുവൻ ട്രോമയുമായി നീതി തേടി എത്തുന്നവളെ അതിലും ക്രൂരമായ ഇടപെടലുകളിലൂടെ കഠിനമായ മുറിവേൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടർന്ന് നടക്കുന്നു. തുടർന്നാണ് വനിതാ ജഡ്ജി വേണമെന്ന് അതിജീവിത ആവശ്യപ്പെടുന്നത്. എന്നാൽ അങ്ങനെ അനുവദിക്കപ്പെട്ട വനിതാ ജഡ്ജിനെതിരെ തന്നെ വീണ്ടും പരാതി പറയേണ്ടി വന്ന, പോരാടേണ്ടി വന്ന ഗതികെട്ട അവസ്ഥ ഇവർക്കുണ്ടാകുന്നു. പല യുദ്ധമുഖങ്ങളിൽ ഒരുപോലെ മുറിവേറ്റ ഒരു ഇലയാണ് പുതിയ വിധിയിലും തകർന്ന് തരിപ്പണമാവുന്നതെന്ന് അഡ്വക്കേറ്റ് മിനി ഒരു അഭിമുഖത്തിൽ പറയുന്നു. ദിലീപിനെ കാണുമ്പോ പൊന്നെ ദിലീപേ എന്ന് പറയുന്ന ഒരു ജഡ്ജി ഈ കുട്ടിക്ക് ഒരു നീതി കൊടുക്കുമെന്ന് നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. മലയാള സിനിമയിലെ പ്രശസ്തയായ ഒരു നടിയെ സെറ്റിലേക്കുള്ള യാത്രക്കിടെ ഒരു ക്രിമിനൽ സംഘം കാറിൽ കിഡ്നാപ്പ് ചെയ്യുന്നു. വിജനമായ പ്രദേശത്ത് നിർത്തിയിട്ട കാറിൽ വെച്ച് മുഖ്യപ്രതി പൾസർ സുനി അടക്കമുള്ള സംഘം നടിയെ ലൈംഗികമായി പീഡിപ്പിക്കുന്നു. അതിന്റെ വീഡിയോകൾ പകർത്തിയ ശേഷം മുതിർന്ന സംവിധായകൻ ലാലിന്റെ വീടിന് മുന്നിൽ കൊണ്ടുവന്ന് അവളെ ഇറക്കിവിടുന്നു. സംഭവം കേസാകുന്നു. ക്രിമിനൽ സംഘം അറസ്റ്റിലാകുന്നു. സംഗതി കൊട്ടേഷനാണെന്ന് തെളിയുന്നു. തൊട്ടു പിന്നാലെ ഒന്നാം പ്രതി തന്നെ ശല്യം ചെയ്യുന്നു എന്ന് പറഞ്ഞ് നടൻ ദിലീപ് DGPക്ക് പരാതി നൽകുന്നു. അന്വേഷണം നടക്കുന്നു. തൊട്ടു പിന്നാലെ ഗൂഢാലോചന നടത്തിയത് ദിലീപാണെന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് കേസെടുക്കുകയാണ്. താരം 8ാം പ്രതിയായി മാറുകയാണ്. അറസ്റ്റിലാവുന്നു. പിന്നീടുണ്ടായത് മുഴുവൻ സിനിമയെ വെല്ലുന്ന തരം കഥകളും ദൃശ്യങ്ങളുമാണ് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുമല്ലേ. ഒരു കേസ് അനേകം കഥകളിലേക്കും ഉപകഥകളിലേക്കും കോടതി നടപടികളിലേക്കും വഴിമാറുന്ന അപൂർവമായ ഒരു കേസാണിത്. തെരുവിൽ നിന്നുണ്ടാകുന്നതിലും ക്രൂരമായി വിചാരണ വേളയിൽ പീഡനങ്ങളെന്ന് അതിജീവിത തന്നെ അഭിമുഖത്തിൽ പറയുന്ന അവസരങ്ങളുണ്ടായി. കേസ് സത്യമാണെന്നുള്ളത് കൊണ്ടും ആ അനുഭവിച്ചത് ഒരിക്കലും മറക്കാനോ പൊറുക്കാനോ ആ കൊച്ചിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതുമാണ്. കേസ് കേൾക്കാൻ വനിതാ ജഡ്ജി വേണമെന്ന അതിജീവിതയുടെ ആവശ്യം അംഗീകരിക്കപ്പെടുന്നു. ജില്ലയിൽ അന്ന് ലഭ്യമായിരുന്ന ഒരേ ഒരു വനിതാ ജഡ്ജിയായിരുന്നു ഹണി M. വർഗീസ്. അവർ ചുമതലയേൽക്കുന്നു. പക്ഷപാതപരമായി ജഡ്ജി ഇടപെടുന്നുവെന്നും അവരെ മാറ്റണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പിന്നീട് 3 തവണ തുടരെ അതിജീവിത ഹൈക്കോടതിയെ സമീപിക്കുന്നു. എന്നാൽ ആവശ്യം നിരസിക്കപ്പെടുന്നു. അതിജീവിതയുടെ അഭിഭാഷകയ്ക്കെതിരെ അപകീർത്തി കേസിന് നീക്കം നടക്കുന്നു. വിചാരണയ്ക്കിടെ 20ലേറെ പ്രോസിക്യൂഷൻ സാക്ഷികൾ കൂറുമാറുന്നു. കാവ്യമാധകൻ, ദിലീപിന്റെ അനിയൻ, സഹോദരി ഭർത്താവ്, ദിലീപിന്റെ സുഹൃത്തുക്കൾ, വലങ്കയ്യായ ആളുകൾ എന്നിവരൊക്കെ പ്രോസിക്യൂഷന്റെ സാക്ഷിപ്പട്ടികയിൽ വന്നത്, പിന്നീട് കൂറുമാറിയത്. ഈ ലിസ്റ്റ് വളരെ നീണ്ടതാണ്. അതിനിടെ പ്രോസിക്യൂഷൻ സാക്ഷികളെ പ്രതിഭാഗം അഭിഭാഷകർ സാക്ഷി പറയാൻ പഠിപ്പിക്കുന്നതിന്റെ ഒരു ഓഡിയോ പുറത്തു വരികയാണ്. എങ്ങനെയാണ് കോടതിയിൽ മൊഴി നൽകേണ്ടെന്ന് പഠിപ്പിക്കുന്നത്. പക്ഷേ കോടതി നടപടികൾ മുറയ്ക്ക് നടന്നു. ആക്ച്വലി എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടുമില്ല ഉണ്ടെന്ന് പറയുന്നത്. ഒടുവിലിതാ പക്ഷപാതം കാണിക്കുന്നുവെന്ന് അതിജീവിത പലവട്ടം ആരോപിച്ച അതേ ജഡ്ജി തന്നെ ദിലീപിനെ കുറ്റവിമുക്തനായി വിധി എഴുതുന്നു. ദിലീപും പൾസർ സുനിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ബലാത്സംഗ കൊട്ടേഷൻ നൽകിയത് ദിലീപാണെന്നതിന് യാതൊരു തെളിവുമില്ല. ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നൊക്കെയാണ് വിധിയിൽ പറയുന്നത്, മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വിധിക്കെതിരെ അപ്പീൽ പോകാനാണ് അതിജീവിതയും സർക്കാരും തീരുമാനിച്ചത്. കേസും നടപടികളും ഒക്കെ തുടരുമെന്ന് തന്നെയാണ് ഇതിന്റെ അർത്ഥം. ദിലീപിനെതിരെ ചുമത്തപ്പെട്ടിരുന്നത് ഗൂഢാലോചന കുറ്റമായിരുന്നു. പക്ഷേ അത് സംശയാതീതമായി തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് കാണിച്ചാണ് കോടതി ദിലീപിനെ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നത്. കേസ് ജയിച്ചത് ദിലീപാണ്. അതിന് പിന്നിൽ മുന്തിയ ക്രിമിനൽ അഭിഭാഷകൻ B. രാമൻപിള്ളയും ടീമുമാണ്. ഈ വിജയം ഇവരുടേത് മാത്രമല്ല, ദിലീപിന് വേണ്ടി 8 വർഷമായി ഊണും ഉറക്കവും ഇല്ലാതെ പണിയെടുക്കുന്ന ഭാര്യ കാവ്യമാധവൻ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, ഫാൻസ്, ആണവകാശക്കാർ, ഈ നാട്ടിലെ അമ്മ മുതൽ ഫെഫ്ക വരെയുള്ള സിനിമാ സംഘടനകൾ, പുറമെ അവൾക്കൊപ്പവും അകമയാകവനൊപ്പവും നിൽക്കുന്ന കേരളത്തിലെ വിവിധ രാഷ്ട്രീയ നേതാക്കൾ, അങ്ങനെ പലരുടെയും ജയമാണിത്. കോടതിയുടെ ചെസ്റ്റിനകത്ത് വൻ സുരക്ഷയിൽ സൂക്ഷിച്ച നടിയെ ബലാത്സംഗം ചെയ്യുന്ന വീഡിയോ ക്ലിപ്പുകൾ കൂളായി പൊക്കിക്കൊടുത്ത ജുഡീഷ്യറിയിലെ അഭ്യുദയകാംക്ഷികളുടെ വിജയം. ദിലീപിന്റെ സ്വന്തക്കാരായ 10-20 പേരെ പിടിച്ച് പ്രധാന സാക്ഷികളാക്കി കൂറുമാറ്റം യാഥാർത്ഥ്യമാക്കിയ പ്രോസിക്യൂഷൻ.
സമയാസമയം രാജിവെച്ചു പോയ പ്രോസിക്യൂട്ടർമാർ, ജഡ്ജിയെ മാറ്റണേ എന്ന് പറഞ്ഞ് 3 വട്ടം സമീപിച്ച അതിജീവിതയ്ക്ക് മുന്നിൽ നീതിയുടെ വാതിൽ വലിച്ചടച്ചവരുടെ വിജയം, പലതരം ട്വിസ്റ്റുകളുടെ കേസ്, അനന്തര നടപടികൾ കൊഴിപ്പിച്ചുകൊണ്ടിരുന്ന അനേകം മറ്റുള്ളവർ, ഉറപ്പായും അനേകം അവകാശികളുണ്ട് ഈ വിജയത്തിന്. കൈവീശി കാണിച്ചുകൊണ്ട് ദിലീപ് കോടതി പരിസരത്ത് നിന്ന് പുറത്തേക്ക് വരുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇനി തോറ്റവരുടെ പട്ടിക. ഈ പോരാട്ടത്തിൽ അടിമുടി തോറ്റുപോയത് ഒരേ ഒരാളാണ്, അതിജീവിത. ഒരൊറ്റ ദിവസം കൊണ്ട് ജീവിതം മാറി മറിഞ്ഞവൾ, ഒരു തെറ്റും ചെയ്യാതെ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടവൾ, ജീവിതം മുഴുവൻ നീളുന്ന വലിയ ട്രോമയിലേക്ക് ഇരയാക്കപ്പെട്ടവൾ, ആരുടെയൊക്കെയോ താങ്ങും കാരുണ്യവും കൊണ്ട് വീഴാതെ പിടിച്ചു നിന്ന് നിർഭയായി നിയമ പോരാട്ടം നടത്തുന്ന പാവപ്പെട്ടൊരു പെൺകുട്ടി. പിന്നെ തോറ്റത് അഡ്വക്കേറ്റ് TB മിനിയാണ് കേട്ടോ. ഒരാളും വക്കാലത്ത് ഏറ്റെടുക്കാൻ തയ്യാറാവാത്തപ്പോൾ അതിജീവിതയ്ക്ക് വക്കാലത്ത് ഏറ്റെടുത്ത് 8 കൊല്ലമായി അവൾക്കൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് പോരാട്ടം നടത്തിയ അഭിഭാഷക. പിന്നെ ചുരുക്കം ചില സുഹൃത്തുക്കൾ, WCC എന്ന സിനിമാക്കാരികളുടെ കൂട്ടായ്മ, ചില മാധ്യമ പ്രവർത്തകർ, ചില സാമൂഹിക പ്രവർത്തകർ, പിന്നെ ഇക്കാലം അത്രയും അവൾക്കൊപ്പം ഉടലും ഉയിരുമായി നിൽക്കുന്ന ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് മലയാളി സ്ത്രീകൾ. തോറ്റത് ശരിക്ക് ഇവരൊക്കെയാണ്. ഈ കേസ്, ഈ കോടതി, ഈ കുട്ടിക്ക് നീതി കിട്ടുമെന്ന് അവർ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ ഇനി എത്ര തെളിവുകൾ അവിടെ കൊണ്ട് നിരത്തിയാലും കണ്ണടച്ചാണ് ഇരിക്കുന്നത്. ജയപരാജയങ്ങളുടെ സൂചി മുന്നിൽ തന്നെയാണ് ഇനിയുള്ള കാലവും എന്നാണ് ഈ സാഹചര്യം അതിജീവിതയ്ക്ക് നൽകുന്ന സന്ദേശം. വീണ്ടും കോടതി മുറികൾ, വീണ്ടും നിയമപ്പഴുതുകൾ, വീണ്ടും പുതിയ വഴിത്തിരിവുകൾ, കഥകൾ, പ്രചാരണങ്ങൾ, അപമാനിക്കലുകൾ. അങ്ങനെ തന്നെയാണ് ഈ കേസിൻ്റെ തുടക്കം മുതൽ മുന്നോട്ട് പോയത്. സൈബർ അറ്റാക്ക് പറയാൻ മറന്നു. വിചാരണ കോടതിയിൽ നിന്നും അപ്പീൽ കോടതികളിലേക്ക് ഈ പോരാട്ടം നീളുമ്പോൾ മനസ്സമാധാനം ഇല്ലാത്ത നാളുകൾ തന്നെയാകും കാത്തിരിക്കുന്നത്. പണവും സ്വാധീനവും അധികാരവുമുള്ള ആളുകൾക്ക് ഏത് കോടതി മുറികളിലും അവരുടേതായ പ്രിവിലേജുകൾ ഉണ്ടാകും. അതിനെ മറികടക്കുക എന്നതാണ് അതിജീവിതമാരുടെയും അവരുടെ ഒപ്പമുള്ള അഭിഭാഷകരുടെയും മുന്നിലുള്ള ഏറ്റവും നിർണായകമായ പ്രതിസന്ധി. അത് മറികടക്കാൻ അവർക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. കൂടുതൽ മുടി വെച്ചുകൊണ്ടിരിക്കും തോറുമാണ് ഒരു പക്ഷേ ഓപ്പോസിറ്റുള്ള ആൾക്കാർക്ക് ഒരു കോൺഫിഡൻസ് കിട്ടുന്നത്. ആ ഒരു പേടി മാറുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു ആസ് എ സൊസൈറ്റി എല്ലാവരും ഒന്നിച്ച് വർക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്.